Hello guys and welcome back to Best Capex. Mahindra XUV 700 പുതിയ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്സ് എല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. കുറച്ചു നേരം മുമ്പാണ് XUV 700 ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്സ് ഗ്ലോബൽ എൻക്യാപ്പ് ഒഫീഷ്യലി പുറത്തുവിട്ടത്. അത് വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അത് നിങ്ങൾ കുറച്ച് പേര് കണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വീഡിയോ ചെയ്യാൻ എനിക്ക് ഇപ്പോഴാണ് എന്തായാലും സമയം കിട്ടിയത്. എനിവേ ഗൈസ്, തിരിച്ച് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ XUV 700യും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് തന്നെയാണ്. നമ്മളെല്ലാവരും ഈ വാഹനത്തിനും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പിന്നെ കുറച്ച് പേർക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബൂട്ട് പ്ലാസ്റ്റിക് ആണ്, ടെയിൽ ഗേറ്റ് പ്ലാസ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി മോശമാണ്, ബിൽഡ് ക്വാളിറ്റി മോശമാണെന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. എന്തായാലും അങ്ങനെയല്ല എന്ന് മഹീന്ദ്ര തെളിയിച്ചിരിക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിപ്പോർട്ടിൽ ടോട്ടൽ 16.03 പോയിന്റ്സ് ആണ് ഈ വാഹനത്തിൽ ഔട്ട് ഓഫ് 17 അഡൽ സേഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഈ ഒരു വാഹനത്തിലുണ്ട്. പക്ഷേ 5 സ്റ്റാർ നമ്മൾ പറയുമെങ്കിലും ഇത് ആക്ച്വലി 5th സേഫസ്റ്റ് കാർ ഓഫ് ഇന്ത്യ എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ അഡൽ സേഫ്റ്റി റേറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത് പഞ്ചിനാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത് മഹീന്ദ്ര XUV 300യ്ക്കാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത് ടാറ്റ ആൾട്രോസിനാണ്. അത് കഴിഞ്ഞ് പിന്നെ നെക്സോൺ. അത് കഴിഞ്ഞ് 5ാമത്തെ പൊസിഷനിലാണ് XUV 700 വന്നിരിക്കുന്നത്. XUV 700 പോയിന്റ്സ് ആക്ച്വലി നെക്സോണിലും ഒരു കുറച്ചുകൂടെ കുറവാണെന്ന് പറയാം. നെക്സോണിലെ പോയിന്റ് ആക്ച്വലി 16.06 ആയിരുന്നു. പക്ഷേ XUV 700യുടെ 16.03 ആയിപ്പോയി. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അതിൽ വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ പഞ്ചിനാണെങ്കിലും 16.45 പോയിന്റ്സ് ആയിരുന്നു വാഹനത്തിന് കിട്ടിയത്. അതായത് ഇപ്പോൾ XUV 700 വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് ഏകദേശം ഒരു 0.4 പോയിന്റ്സ് കൂടുതലുണ്ടെന്ന് പറയാം. അത് ശരിക്കും ഒരു വലിയ ഡിഫറൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഔട്ട് ഓഫ് 17 നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ആണെന്ന് പറയാം. ഫ്രണ്ട് സീറ്റ് ഒക്യുപ്പൻസ്, അതായത് അഡൽട്ട് ഒക്യുപ്പൻസിന് ഈ വാഹനത്തിന് പോയിന്റ്സ് മറ്റ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് വാഹനങ്ങളെക്കാളും കുറച്ച് ഒരു പൊടിക്ക് കുറവാണെങ്കിലും ആക്ച്വലി റിയർ സീറ്റ് ഒക്യുപ്പൻസിൻ്റെ കാര്യത്തിൽ ഈ വാഹനം അത് മേക്കപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം റിയർ സീറ്റ് ഒക്യുപ്പൻസിൽ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒരു വാഹനത്തിനുണ്ട്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, ഏറ്റവും അധികം റിയർ സീറ്റ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനം ഇപ്പോഴത്തെ അവസ്ഥയിൽ മഹീന്ദ്രയുടെ XUV 700 ആണ്. പഞ്ചിനും 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് പുറകിലത്തെ ഒക്യുപ്പൻസിന് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പോയിന്റ് 40.89 ആയിരുന്നു. XUV 700ക്ക് 41.66 പോയിന്റ്സ് ഉണ്ട്. ഇത് ഔട്ട് ഓഫ് 49 കണക്കാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ പുറകിലത്തെ ഒക്യുപ്പൻസിന് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ലഭിച്ചിരിക്കുന്ന XUV 700യ്ക്കാണ്. അത് കഴിഞ്ഞ് ലഭിച്ചിരിക്കുന്ന താറിനാണ്. അതും കഴിഞ്ഞ് 3rd പൊസിഷനിലാണ് ടാറ്റ പഞ്ച് പുറകിലത്തെ സേഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഓഫർ ചെയ്യുന്നത്. അതായത് റേറ്റിംഗ്സിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത്. എനിവേ, ഇതായിരുന്നു പുതിയൊരു അപ്ഡേറ്റ് XUV 700യുടെ ക്രാഷ് ടെസ്റ്റിനെ പറ്റി. കുറച്ചു കാലമേ നമ്മളെല്ലാവരും ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിപ്പോർട്ട്സിനെ പറ്റി, ഒഫീഷ്യൽ റിപ്പോർട്ട്സിനെ പറ്റി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇടയ്ക്ക് ഒരു സമയത്ത് ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് വന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് ക്രാഷ് ടെസ്റ്റ് ഇമേജസ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ലീക്ക് ആയതാണ്. എന്തായാലും ഇപ്പോൾ ഒഫീഷ്യലി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.